ബിഗ് ബോസ് വിജയിയായ അഖിൽ മാരാരുടെ ദേശവിരുദ്ധ പ്രസ്താവനയ്ക്കെതിരെ കൂടുതൽ പേർ രംഗത്ത്. പണവും ആയുധവും ഇന്ത്യ ബലിസ്ഥാനികൾക്ക് നൽകി പാകിസ്ഥാനിൽ കലാപം ഉണ്ടാക്കുന്നു എന്നായിരുന്നു അഖിൽ മാരാർ പ്രസ്താവിച്ചത്. എന്നാൽ അഖിലിനെ പോലൊരാൾ ഇത്തരത്തിലൊരു പ്രസ്താവന ഉന്നയിക്കുമ്പോൾ വളരെയധികം ആലോചിക്കേണ്ടതിന് പകരം ആർക്കോ വേണ്ടി അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനു വേണ്ടി ആയിരിക്കും ഇത്തരത്തിലൊരു പ്രസ്താവന പുറപ്പെടുവിച്ചതെന്നും പ്രവർത്തകർ സൂചിപ്പിച്ചു. അഖിൽ മാരാറിൻ്റെ ദേശവിരുദ്ധ പ്രസ്താവന പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ BJP കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അനീഷ് കൊട്ടാരക്കര കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിരുന്നു. രാജ്യം ഒന്നടങ്കം ഒറ്റക്കെട്ടായി നിന്ന് പാകിസ്ഥാനെ നേരിടുമ്പോഴായിരുന്നു പാകിസ്ഥാനിലെ ഭീകരരെ പിടികൂടാതെ സാധാരണക്കാരെയാണ് സൈന്യം കൊന്നൊടുക്കിയത് എന്ന തരത്തിലുള്ള വാർത്ത അഖിൽ മാരാർ പുറപ്പെടുവിച്ചത്. അതുകൊണ്ട് തന്നെ അഖിലിന് പാകിസ്ഥാനുമായി ബന്ധമുണ്ടോ എന്നും ഇത്തരത്തിൽ ഒരു വാർത്ത ആരാണ് അഖിലിനെ അറിയിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കണമെന്നും അനീഷ് കൊട്ടാരക്കര ആവശ്യപ്പെട്ടു. അഖിൽ മാരാർക്കെതിരെ കേസെടുത്ത് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നാണ് BJP RSS പ്രവർത്തകരുടെ ആവശ്യം. എന്നാൽ സോഷ്യൽ മീഡിയ വഴി ദേശവിരുദ്ധ പ്രസ്താവന നടത്തിയെന്ന പരാതിയിൽ തനിക്കെതിരെ കേസെടുത്തതിൽ പ്രതികരിച്ച് അഖിൽ മാരാർ ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. BJP കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കൊട്ടാരക്കര നൽകിയ പരാതിയിലാണ് കൊട്ടാരക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ നിമിഷം വരെയും ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം പരിഹരിച്ചത് അമേരിക്കയാണെന്ന ട്രംപിൻ്റെ പ്രസ്താവനയ്ക്ക് കുറുക്കിക്കൊള്ളുന്ന മറുപടി നൽകി രാജ്യത്തിൻ്റെ അഭിമാനം ലോകത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിക്കാൻ മോദിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് അഖിൽ മാരാർ പുതിയ പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. കേസിൽ കേരള ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഭാരത സൈന്യം പാകിസ്ഥാനെ ഇല്ലാതാക്കുമെന്നും ഇന്ത്യ ഒരു സൂപ്പർ പവറായി ലോകത്തിൽ മാറാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ പാകിസ്ഥാനിൽ വിഷയത്തിൽ ഇടപെട്ടു. സദാസമയവും മൈ ഫ്രണ്ട് എന്ന് പൊക്കിക്കൊണ്ട് നടന്ന ട്രംപിൻ്റെ താൽപ്പര്യങ്ങൾക്ക് മോദി വഴങ്ങിയോ എന്ന സംശയമാണ് മോദിയെയും അമേരിക്കയ്ക്ക് കൃത്യമായ മറുപടി നൽകിയ ഇന്ദിരാഗാന്ധിയെയും താരതമ്യം ചെയ്തു ഞാൻ എഴുതിയത്. ഈ നിമിഷം വരെയും ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം പരിഹരിച്ചത് അമേരിക്കയാണെന്ന ട്രംപിൻ്റെ പ്രസ്താവനയ്ക്ക് കുറിക്കുകൊള്ളുന്ന മറുപടി നൽകി രാജ്യത്തിൻ്റെ അഭിമാനം ലോകത്തിനു മുന്നിൽ ഉയർത്തിപ്പിടിക്കാൻ മോദിക്ക് കഴിഞ്ഞിട്ടില്ല. പകരം മൂന്നാം കക്ഷി ഇല്ല എന്ന ഫോറിൻ പോളിസി പറഞ്ഞു പോവുകയാണ് ചെയ്തത്. ചില മാധ്യമങ്ങൾ പ്രമുഖർ എന്ന് വാർത്ത കൊടുക്കും പോലെ അമേരിക്കയും ട്രംപും ഇടപെട്ടിട്ടില്ല എന്ന് മോദി പറയാത്ത കാലത്തോളം ലോകം ഇത് അമേരിക്കയുടെ നയതന്ത്ര വിജയമായി കാണും. ഇരയാക്കപ്പെട്ട രാജ്യത്തിനും വേട്ടക്കാരനും തുല്യനീതിയോ? എന്ത് ധാരണയുടെ പുറത്താണ് നമ്മൾ പിന്മാറിയത്? ഇതൊന്നും ഈ രാജ്യത്തെ പൗരന്മാരെയോ ലോകത്തെയോ അറിയിക്കാനുള്ള ബാധ്യത പ്രധാനമന്ത്രിക്കില്ലേ? അതുകൊണ്ട് തന്നെ അഭിമാനകരമായ നേട്ടം എന്ന BJP പ്രചാരണത്തോട് യോജിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പങ്കുവച്ചപ്പോൾ ജനം TVയുടെ അനിൽ നമ്പ്യാർ പരിഹാസ്യരൂപേണ എഴുതിയ കുറിപ്പിന് നൽകിയ മറുപടിയിൽ ബൽജിസ്ഥാനുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന ഞാൻ പറഞ്ഞത് ശരിയായില്ല എന്ന എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ലൈവ് ഡിലീറ്റ് ചെയ്തു. എന്നാൽ എൻ്റെ പ്രൊഫൈലിൽ ആദ്യം വന്ന ഫീഡ് സ്റ്റോറി ആയതുകൊണ്ട് ഡിലീറ്റ് ആയത് സ്റ്റോറി ആയിരുന്നു. പിറ്റേ ദിവസവും പ്രൊഫൈലിൽ ഈ വീഡിയോ കിടന്നപ്പോൾ ഞാനത് ഒഴിവാക്കി. ഇന്നലെ വരെ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തും, പോക് തിരിച്ചു പിടിക്കും എന്നൊക്കെ മറ്റുള്ളവരെ വെല്ലുവിളിച്ച് നടന്ന BJPക്ക് അവരുടെ തലയ്ക്ക് കിട്ടിയ അടിയായി മാറി അമേരിക്കയുടെ വാക്ക് കേട്ട് തീരുമാനം എടുത്ത മോദിയുടെ നിലപാട്. പോക് തിരിച്ചു പിടിക്കും എന്ന മുൻ നിലപാടിൽ നിന്നും BJP പിന്നോട്ടു പോയോ എന്ന സംശയവും ഇവർക്കുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധി മോദിയേക്കാൾ പവർഫുൾ ആയിരുന്നു എന്ന എൻ്റെ വാക്കുകൾ അവരെ ഭ്രാന്ത് പിടിപ്പിച്ചു. ഊതി വീർപ്പിച്ച ബലൂൺ പൊട്ടിപ്പോയ ദേഷ്യത്തിലും കൊട്ടാരക്കര മത്സരിക്കാൻ ആഗ്രഹമുള്ള ചില ബിസിനസ്സുകാരുടെ താൽപ്പര്യം സംരക്ഷിക്കാനും എന്നിലൂടെ 4 പേർക്കിടയിലും അറിയാൻ വേണ്ടിയും BJP എനിക്കെതിരെ നൽകിയ കേസിൽ ജാമ്യമില്ലാത്ത വകുപ്പിലാണ് ഏതു വിധേയവും എന്നെ കുടുക്കാൻ ഒരവസരം നോക്കി നിന്ന പോലീസ് കേസെടുത്തത്. ഇന്നലെ വരെ ബലൂചിസ്ഥാൻ പാകിസ്ഥാനെ തകർക്കുന്ന ദൃശ്യങ്ങൾ പങ്കുവച്ച് അതിനും മോദിയുടെ ക്രെഡിറ്റ് പാടി നടന്ന സംഘപരിവാർ ഇപ്പോൾ ബലൂചിസ്ഥാനെ തള്ളിപ്പറയുന്നത് പാകിസ്ഥാനെ അവർ ഇല്ലാതാക്കും എന്ന് പറഞ്ഞതുകൊണ്ടുള്ള വിഷമമാവാം. ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചാൽ ബംഗ്ലാദേശിനെ സ്വാതന്ത്ര്യ രാജ്യം ആവാം എന്ന ബലൂചിസ്ഥാനികളുടെ മോഹം പാഴായിപ്പോയല്ലോ എന്ന കാര്യം ഇക്കാര്യത്തിൽ മോദിയെ വിശ്വസിച്ച അവർക്ക് പണി കിട്ടിയല്ലോ എന്ന സർക്കാസ് രൂപേണ ഉള്ള വാചകം എനിക്ക് സംഭവിച്ച നാക്കുപിഴയാണ്. അതിന് മറ്റൊരു അർത്ഥവും ഇല്ല എന്ന് എന്നെ അറിയുന്ന ആർക്കും അറിയും. രണ്ടായാലും ഇന്ത്യയിൽ ദേശസ്നേഹം എന്നത് മോദി RSS സ്നേഹം മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് എനിക്കെതിരെ ഉള്ള കേസ് നിയമപരമായി നേരിടാനുള്ള അവകാശം എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്നു. കേരള ഹൈക്കോടതിയെ ഞാൻ സമീപിച്ചിട്ടുണ്ട്. ജാമ്യം കിട്ടിക്കഴിഞ്ഞ് സംസാരിക്കാനും വിമർശിക്കാനും അവകാശം ഈ രാജ്യത്ത് ഉണ്ടെങ്കിൽ 1000 കേസ് എനിക്കെതിരെ കൊടുക്കാൻ കാത്തിരുന്നു. പാക്കലാം. ഭാരത് മാതാ കി ജയ്. വന്ദേ മാതരം. ജയ് ഹിന്ദ്.